ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ബാസ്മതി റൈസ് ഒരു 12 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ച് എടുക്കാം. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് സവാള, ഒരു ഹാഫ് സവാള എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്, ഒക്കെ ചെറുതായിട്ട് അരിയുക. പിന്നെ സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതാ അത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് കഷ്ണമാക്കി വെച്ചതാണ്. പിന്നെ ഒരു കോഴിമുട്ട 1-2 നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഒരു 3 അല്ലി ഗാർലിക് ഇതാ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത്. പിന്നെ വേണ്ടത് സോയാ സോസ്. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവുള്ള സാധനമാണ് ബീൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഓരോ വെജിറ്റബിളും അതിനനുസരിച്ച് വേവിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിളിനൊന്നും ഒത്തിരി കളർ ചേഞ്ച് ആവരുത് കേട്ടോ. ആ ബീൻസിൻ്റെ ഒക്കെ ഗ്രീനിഷ് കളർ, ആ പച്ച കളറൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇതിൽ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ. അതും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താലാണ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പറഞ്ഞ എല്ലാ വെജിറ്റബിളും ഇപ്പോൾ ഞാൻ എന്തെല്ലാം ആഡ് ചെയ്തു അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വെജിറ്റബിൾ സൈഡിലേക്ക് മാറ്റിയതാ ഒന്ന് അടിച്ചെടുത്ത മുട്ട നമുക്ക് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പാനിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് വേണം ഇത് ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ വെജിറ്റബിൾ എല്ലാം വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. മെയിൻ ഫ്രൈഡ് റൈസിൽ ചേർക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അത് ഡാർക്ക് സോയ സോസ് പിന്നെ ലൈറ്റ് സോയ സോസൊക്കെ ഉണ്ട്. ലൈറ്റ് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ, അല്ല ഡാർക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ റൈസിനൊരു ബ്രൗൺ കളർ വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അത്ര സിമ്പിളാണല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഫ്രൈഡ് റൈസാണിത്. പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ നമുക്കിതിലേക്ക് ചെമ്മീനും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കോമ്പായിട്ട് സാധാരണ യൂസ് ചെയ്യുക ചില്ലി ചിക്കൻ. അതായത് നോൺ വെജ് കഴിക്കുന്നവർ ചില്ലി ചിക്കനും, വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസാണ് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കോംബോ ആയിട്ട് കൊടുക്കുന്നത് കോളിഫ്ലവർ ചില്ലി കോളിഫ്ലവർ അല്ലെങ്കിൽ കോളിഫ്ലവർ മഞ്ചൂരിയനൊക്കെ ആയിരിക്കും. അപ്പോൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി വേണ്ടവർക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ്റെ ഒരു റെസിപ്പി, അത് നോക്കേണ്ടവർക്ക് ആ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്കൊരു കംപ്ലീറ്റ് മീലാണിത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്